CPIയുടെ 4 സ്ഥാനാർത്ഥികൾ 4ഉം കരുത്തരാണ്. പക്ഷേ എതിരിടേണ്ടവർ അതിലും കരുത്തരാണ് എന്ന ഒരു പ്രതീതിയുണ്ട്. നോക്കൂ, CPIയുടെ 3 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വയനാട് നമുക്ക് മാറ്റിവെക്കാം. വളരെ ഗൗരവത്തോടുകൂടിയുള്ളൊരു മത്സരം കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ അത് ഇപ്പോൾ തിരുവനന്തപുരം എടുത്താൽ പന്ന്യൻ രവീന്ദ്രൻ അവിടെ മത്സരിക്കുന്നു. നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ 2005 വിജയിച്ചു വന്ന സ്ഥാനാർത്ഥിയാണ് പന്ന്യൻ രവീന്ദ്രൻ. പൊതുവേ ഒരു തിരുവനന്തപുരത്ത് കൂടുതലും പ്രാവശ്യവും ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. വി കെ കൃഷ്ണമേനോൻ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കെ കരുണാകരനും VS ശിവകുമാറും ചാൾസും നീലലോഹിദാസ് നാടാരൊരിക്കൽ ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ ശശി തരൂർ അങ്ങനെ കോൺഗ്രസിനെ കൂടുതൽ തവണ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അതേസമയം തന്നെ MN ഗോവിന്ദൻ നായരെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്, PK വാസുദേവൻ നായരെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്, KV സുരേന്ദ്രനാഥിനെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ മാറി മറിയുന്ന സ്വഭാവമുള്ളൊരു മണ്ഡലമാണ്. അവിടെ നേരത്തെ നികേഷ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് 2014 2019 സ്ഥിതി എന്താ? 3-ാം സ്ഥാനത്താണ് പോയത്. ബെനറ്റ് എബ്രഹാം ആയിരുന്നു 2014. 2019 സി ദിവാകരനായിരുന്നു. അപ്പം ഈ 3-ാം സ്ഥാനത്ത് CPI പോകുന്നൊരു സാഹചര്യത്തിലാണ് പന്ന്യൻ രവീന്ദ്രനെ പോലൊരു നേതാവ് അവിടെ മത്സരത്തിന് വരുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇപ്രാവശ്യം ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനുമായൊരു മത്സരം അവിടെ നടക്കുമെന്നാണ്. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ ശശി തരൂരിനാണ് ഇപ്പോഴും അഡ്വാൻറ്റേജ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പന്ന്യൻ രവീന്ദ്രൻ അവിടെ ഒരു വലിയ അട്ടിമറി നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയും ദിവസങ്ങളുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഡ്വാൻറ്റേജ് ശശി തരൂരിനാണെങ്കിലും ആ മത്സരം കടുക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വോട്ട് ബാങ്കുകളാണ് മുസ്ലിം വോട്ട് ബാങ്കും ലാറ്റിൻ കാത്തലിക്സിൻ്റെ വോട്ട് ബാങ്കും. ഇപ്പോൾ ഇവർ 9% മുസ്ലിം വോട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 14%-ഓളം ക്രിസ്ത്യൻ വോട്ട് ബാങ്കുണ്ട്. ഈ 2014-ലും 2019-ലും ഈ ബ്ലോക്കായിട്ട് മുസ്ലിം വോട്ട് പോയത് ശശി തരൂരിനാണ്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവിടെ 2 തവണയും BJP വലിയ ഫൈറ്റാണ് കാഴ്ചവെച്ചത്. അത് രാജഗോപാലാണ്, കുമ്മനം രാജശേഖരനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാൽ രാജഗോപാലോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോ വിജയിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ശശി തരൂർ വോട്ട് ചെയ്തത്. നമുക്കിപ്പോൾ 2014 സ്ഥിതി എന്താ? 20,000 വോട്ടിലാണ് ശശി തരൂരിനെ പിടിച്ചത് രാജഗോപാൽ. അപ്പോൾ അവിടെ ആ സമയത്ത് ശശി തരൂരിനെ രക്ഷിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ കോസ്റ്റൽ ബെൽറ്റിലുള്ള ഈ പറയുന്ന വെട്ടുകാട് മുതൽ അങ്ങ് പിന്നെ പൂന്തുറ ആ ഭാഗം വരെയുള്ള ആ ഒരൊറ്റ ബെൽറ്റിൽ നിന്നുള്ള വോട്ട് വന്നിട്ടാണ് ശശി തരൂർ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രനെ പോലൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ 2 വോട്ട് ബാങ്കുകളും ഭിന്നിക്കാൻ സാധ്യതയുണ്ട്. അത് ബ്ലോക്കായിട്ട് കോൺഗ്രസ്സിന് പോകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വലിയ മത്സരം ശശി തരൂരും പിന്നെ പന്ന്യൻ രവീന്ദ്രനുമായി നടക്കുമെന്ന്. ആ അർത്ഥത്തിൽ പന്ന്യൻ രവീന്ദ്രനാണ് അവൈലബിൾ ബെസ്റ്റ്, മികച്ച സ്ഥാനാർത്ഥിയാണ്. തിരുവനന്തപുരം ഒരു നല്ല പോരാട്ടത്തിലേക്ക് പോകുന്നു. അവിടെ BJPക്ക് ഇനിയിപ്പോൾ ആരെ കൊണ്ടുവന്നിറക്കിയാലും അത്തരത്തിലൊരു പ്രതീക്ഷ ഉണ്ടാകുമോ? 3-ാം സ്ഥാനത്തേക്ക് BJP പോകാനുള്ള എല്ലാ സാധ്യതയും പന്ന്യൻ്റെ വരവോടുകൂടി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ മാവേലിക്കരയിൽ വലിയ സാധ്യത CPIക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാരണം ഇപ്പം നോക്കൂ, നമുക്കിപ്പോൾ പിന്നെ മാവേലിക്കര മണ്ഡലം അതിന് മുമ്പ് അടൂർ മണ്ഡലമായിരിക്കുമ്പോൾ ചെങ്ങറ സുരേന്ദ്രൻ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. പിന്നെ 2004 മാവേലിക്കര മണ്ഡലത്തിൽ തന്നെ CS സുജാത അവിടെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കേ, 3 മന്ത്രിമാരാണ് ആ മണ്ഡലത്തിൽ നിന്നുള്ളത്. ഇപ്പോൾ പത്തനാപുരത്തുനിന്ന് പിന്നെ നമ്മുടെ ഗണേഷ് കുമാർ, ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാൻ, അതുപോലെ കൊട്ടാരക്കരയിൽ നിന്ന് ബാലഗോപാൽ. അപ്പോൾ ഈ 3 മന്ത്രിമാരുള്ള മണ്ഡലം, എല്ലാ മണ്ഡലവും ബാക്കി 4 മണ്ഡലവും പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. ഇപ്പോൾ കോവൂർ കുഞ്ഞുമോനായാലും പിന്നെ ജോബ് മൈക്കിളായാലും ചങ്ങനാശ്ശേരി, കുട്ടനാട്ടിൽ പിന്നെ തോമസ് കെ തോമസ് ആയാലും ഒക്കെ ഈ മണ്ഡലങ്ങളെല്ലാം LDFൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ചിറ്റയം ഗോവനാണ് മത്സരിച്ചത്. 60,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കൊടുക്കുന്നില്ല അവിടെ വിജയിച്ച് കയറിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇപ്രാവശ്യം നേരത്തെ നികേഷൊക്കെ പറഞ്ഞതുപോലെ ഒരു ആൻറ്റി ഇൻകംബൻസി അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. അത് മുതലാക്കാൻ കഴിയണം. ഞാൻ വിചാരിക്കുന്ന കേരളത്തിലെ ഏറ്റവും LDFന് പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് മാവേലിക്കര തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാവേലിക്കരയിൽ വലിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആ അർത്ഥത്തിൽ അരുൺകുമാർ അവിടെ എങ്ങനെ പെർഫോം ചെയ്യും എനിക്ക് അരുൺകുമാറിനെ അറിയില്ല. അരുൺകുമാർ അത്രത്തോളം ആ മണ്ഡലത്തിൽ ഒരു പ്രധാനിയാണ്, പോപ്പുലറാണ് എന്ന കാര്യത്തിലും പിന്നെ അതേക്കുറിച്ചും എനിക്കറിയില്ല. പക്ഷേ അരുൺകുമാറാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് അതിൻ്റെ പിന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കരുതുന്നു. അങ്ങനെയാണല്ലോ ഒരു ഫൈനൽ വേർഡ് വരുന്നത്. എന്തായാലും അവിടെ ഒരു നല്ല ഫൈറ്റ് സ്വാഭാവികമായിട്ടും നടക്കും. തൃശ്ശൂർ നിശ്ചയമായും സുനിൽകുമാർ അല്ലാതെ ആരാണ് സ്ഥാനാർത്ഥി, ഒരു നല്ല സ്ഥാനാർത്ഥി CPIക്ക്? അവിടെ പക്ഷേ തൃശ്ശൂരിൽ സുനിൽകുമാറിൻ്റെ സാധ്യത, അവിടെ വലിയൊരു മത്സരം നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സുനിൽകുമാറിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ചെറുതല്ല. ഇപ്പോൾ നോക്കൂ, 2014 CN ജയദേവൻ അവിടെ മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. അന്ന് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ KP ധനപാലനെ ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂരേക്ക് കൊണ്ടുവന്നു. തൃശ്ശൂരിൽ നിന്ന് PC ചാക്കോ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവിടെ PC ചാക്കോയ്ക്കെതിരായിട്ടുള്ള വികാരം, ധനപാലിന് തന്നെ യാതൊരു കോൺഫിഡൻസും ഇല്ലാത്തൊരു അന്തരീക്ഷം. അവിടെ 38,000 വോട്ടിനാണ് ജയദേവൻ അന്ന് മത്സരിച്ച് ജയിക്കുന്നത്. അന്ന് 3,88,000 വോട്ടാണ് ജയദേവൻ്റെ വോട്ടെന്ന് പറയുന്നത്. പക്ഷേ 2019 വരുമ്പോൾ രാജാജി മത്സരിക്കുമ്പോൾ അത് 3,20,000 കുറഞ്ഞു. അതായത് 68,000 വോട്ട് LDFന് നഷ്ടമായിരിക്കുന്നു. അതുകൂടാതെ 94,000 വോട്ടിനാണ് പ്രതാപൻ ജയിക്കുന്നത്. അതായത് 68,000 വോട്ട്
പിടിച്ചോണ്ട് വരണം സുനിൽകുമാർ, ആ പോയ വോട്ട് പിടിക്കണം, അതുകൂടാതെ ഒരു 26,000 കൂടി കടക്കണം. അങ്ങനെ കടന്ന് 94 കടന്ന് വരണം എന്നുള്ളൊരു വലിയ ടാസ്ക് അവിടെ സുനിൽകുമാർ നേരിടുന്നുണ്ട് എന്നുള്ളത് ചെറിയൊരു കാര്യമില്ല. പക്ഷേ അപ്പോഴും ഞാൻ പറയട്ടെ, അതൊന്നും വലിയൊരു കാര്യമില്ല. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിരുവനന്തപുരത്ത് 2009 1,43,000 വോട്ടിനാണ് ശശി തരൂർ ജയിച്ചത്. 2014 20,000 പൂട്ടിയിട്ടുണ്ട് പിന്നെ രാജഗോപാൽ. ഒരു ട്രെൻഡ് വന്നു, പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് വയനാട്ടിലേക്ക് ഇനി പോകേണ്ടി വരും. പക്ഷേ വയനാട്ടിൽ നോക്കൂ, 1.5 ലക്ഷത്തിന് മേൽ വോട്ടിനാണ് എം ഐ ഷാനവാസ് 2009 ജയിക്കുന്നത്. സത്യൻ മൊകേരി 20,000 വോട്ടിനാണ് 2014 പൂട്ടുന്നത് പിന്നെ ഷാനവാസിനെ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ സുനിൽകുമാറിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇനി വയനാട്ടിലേക്ക് വരുമ്പം നമുക്ക് ആ അരിത്മെറ്റിക്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ 2009 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാനവാസ് ജയിക്കുന്നത്. അന്ന് ഷാനവാസ് വയനാട്ട് മണ്ഡലത്തിൽ നേരിടുന്നൊരു വലിയ പ്രതിസന്ധിയുണ്ട്. അന്ന് NCPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മുരളീധരനോട് മത്സരിക്കുന്നുണ്ട്. 12% വോട്ടാണ് മുരളീധരൻ പിടിച്ചത്. 1 ലക്ഷത്തിനടുത്താണ്. 40 വോട്ടിൻ്റെ വ്യത്യാസം കണ്ടേ ഉള്ളൂ. 99,600 ശിഷ്ട വോട്ടാണ് അന്ന് പിന്നെ മുരളീധരൻ വാങ്ങിക്കുന്നത്. എന്നിട്ട് പോലും 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ഷാനവാസ് ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു. അതിനുശേഷം 2014 വരുമ്പോൾ എന്താ സ്ഥിതി എന്നറിയാവോ? സത്യൻ മൊകേരി പിടിച്ചു. 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാനവാസ് ജയിക്കുന്നത്. അപ്പോഴും ഷാനവാസ് അവിടെ നേരിട്ടൊരു പ്രശ്നം, PV അൻവർ അന്ന് കോൺഗ്രസ് വിട്ടിട്ട് അവിടെ വന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിക്കുന്നത്. PV അൻവർ വോട്ട് പിടിക്കുന്നുണ്ട്. അപ്പോഴും കോൺഗ്രസ് വോട്ടാണ് പോകുന്നത്. എങ്കിൽ കൂടിയും അവിടെ അൺപോപ്പുലർ ആയിരുന്നു ഷാനവാസ്. ആ വയനാട് മണ്ഡലത്തിൽ വലിയ അൺപോപ്പുലാരിറ്റി ഷാനവാസിനുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്ന ഒരു 2-2.5 ലക്ഷം വോട്ടിന് വേണമെങ്കിൽ വിജയിച്ച് വരാവുന്ന ഒരു മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. 4.31 എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രത്യേക സാഹചര്യമാണ്. പിന്നെ നികേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമോ, അങ്ങനൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ആലപ്പുഴ തന്നെയായിരിക്കും KC വേണുഗോപാലിൻ്റെ സ്വാഭാവികമായ ചോയ്സ്. അതിപ്പോൾ വയനാട് ഒരിക്കലും ആകില്ല. ആലപ്പുഴയിൽ പിന്നെ KC വേണുഗോപാൽ വന്നാൽ ഈ സാമുദായിക സന്തുലനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. നോക്കൂ, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ 2 ദേശീയ നേതാക്കൾ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഇവർ രണ്ടുപേരും കൂടി വന്നിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരാശയത്തെ രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് CPM-നെതിരായിട്ട് കേരളത്തിൽ വന്ന് 2 ദേശീയ നേതാക്കൾ മത്സരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നുകിൽ KC വേണുഗോപാൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്നേ ഉള്ളൂ ചോയ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ വയനാട്ടിൽ ആര് മത്സരിച്ചാലും ഈ പറയുന്ന ആനി രാജയ്ക്ക് ഒരു നല്ല ഫൈറ്റ് അവിടെ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു 2.5 ലക്ഷം വോട്ടിൻ്റെയൊക്കെ അടിസ്ഥാന മാർജിൻ അവിടെ എപ്പോഴും കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് മൈൻഡുള്ള ഒരു പിന്നെ മണ്ഡലമാണത്. ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തേക്ക് ഉറപ്പായിട്ടും ഈ ആദ്യഘട്ടത്തിൽ തന്നെ പന്ന്യൻ രവീന്ദ്രൻ മത്സരത്തെ എത്തിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. അവിടെ ഒരു വോട്ട് സ്പ്ലിറ്റും ഉണ്ടാവും, വോട്ട് ബാങ്കിൽ സ്പ്ലിറ്റും ഉണ്ടാവും. അത് ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ സ്പ്ലിറ്റ് ഉണ്ടാവും. മാവേലിക്കരയിൽ ഗംഭീര ഫൈറ്റായിരിക്കും. ഇപ്രാവശ്യം LDF 3 മന്ത്രിമാർ ഇറങ്ങി നിൽക്കേണ്ട മണ്ഡലമാണ്. LDFൻ്റെ എല്ലാ MLA-മാരും നിൽക്കേണ്ട മണ്ഡലമാണ്. ഈ ആൻറ്റി ഇൻകമൻസി ഫാക്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അരുൺകുമാർ അത്ഭുതം സൃഷ്ടിക്കും. തൃശ്ശൂർ വലിയ ടാസ്ക്കാണ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം. 1 ലക്ഷത്തിലോളം വോട്ട് പിടിക്കേണ്ടതുണ്ട്, എന്നാലേ മറികടക്കാൻ പറ്റൂ. പക്ഷേ അതൊന്നും അസാധ്യമായൊരു കാര്യമല്ല. വയനാട് ഒരു റിട്ടേൺ ഓഫ് കേസാണ്. അപ്പം നല്ല മത്സരമാണ് ഈ 3 സ്ഥാനാർത്ഥികൾ കാഴ്ചവെക്കാൻ പോകുന്നത് CPI-യുടെ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം. Meet the editors.